ശരിക്കും പറഞ്ഞാൽ ഈ കളി കണ്ടിട്ടുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ചിരിച്ചു മറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അമ്മാതിരി കളി ശരിക്കും പറഞ്ഞാൽ യു എസ് എ ടീമിൻ്റെ ആ ഒരു പ്രകടനം നേരെ പാകിസ്ഥാൻ കളിക്കുകയും പാകിസ്ഥാൻ്റെ ആ ഒരു ക്വാളിറ്റി നേരെ യു എസ് എ ടീം കളിക്കുകയും ചെയ്യുന്നൊരു രീതിയാണ് നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ മത്സരം യു എസ് എയും കാനഡയും നമ്മൾ കളിച്ച മത്സരത്തിൽ യു എസ് എയും നല്ല മികച്ച രീതിയിൽ കളി ജയിച്ചു. പക്ഷേ ആ കളി കണ്ടപ്പോഴും ഓക്കെ, താരതമ്യേന കുറഞ്ഞ 2 ടീമുകളാണല്ലോ, അതിനകത്ത് ആധിപത്യം നേടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു വലിയൊരു ടീം വരുമ്പം തീർച്ചയായിട്ടും മറ്റുള്ള ചെറിയ ടീമുകളൊക്കെ വലിയ ടീമിൻ്റെ അടുത്ത് തോക്കുന്നത് പോലെ തന്നെ ഈ യു എസ് എയും പാകിസ്ഥാൻ്റെ അടുത്ത് തോൽക്കും എന്നുള്ളൊരു ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന, പക്ഷേ എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. എൻ്റെ കാര്യം ഞാൻ പറയാമല്ലോ. അപ്പം ഇനി എങ്ങാനും പാകിസ്ഥാൻ തോറ്റാലോ എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളി കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ കാണും, പക്ഷെ നമുക്കൊരു കളി കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കളി വരുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ കളി എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. മറ്റേ ഏതെങ്കിലും കട്ടി 2 ടീമുകൾ വരുമ്പോഴത്തേനും അത് കാണാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ആരാണ് ജയിക്കാന്ന് അറിയാത്തതുകൊണ്ട്. ഇവിടെ പാകിസ്ഥാനും യു എസ് എയും വരുമ്പോൾ പാകിസ്ഥാൻ, ഇപ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഇഷ്ടമുള്ളൊരു ടീമല്ല പാകിസ്ഥാൻ. നമ്മൾ ശത്രുവിനെ പോലെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശത്രുവിനെ പോലെ അല്ല നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനെക്കാട്ടിലും നമുക്ക് പുച്ഛമാണ്. നമ്മൾ അങ്ങനെയാണ് പാകിസ്ഥാനെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രോളി, നമ്മൾ ഭയങ്കര സന്തോഷപൂർവ്വമാണ് നമ്മൾ പാകിസ്ഥാനെ സത്യം പറഞ്ഞാൽ നമ്മൾ കാണാറുള്ളത്. അത്രയും ഒരു നമ്മുടെ മിക്ക സിനിമകളിലൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് ചിരിപ്പിക്കാനായിട്ടൊരു കോമാളി വേഷമൊക്കെ കെട്ടുന്ന പോലത്തെ അങ്ങനെയൊക്കെയുള്ളൂ. അപ്പം നമ്മൾ അത്രയും ഒരു ഇതേ കണ്ടിട്ടുള്ളൂ നമ്മൾ പാകിസ്ഥാൻ എന്നുള്ള രീതിയിൽ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഇമാരെന്തൊക്കെയോ ഇവിടെ കിടന്ന് കാണിച്ചെന്നുള്ള, ശരിക്കും പറഞ്ഞാൽ വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന ഒരു ടീമാണ് പാകിസ്ഥാൻ. നമുക്കറിയാം ഫേവറേറ്റുകൾ എന്നൊക്കെ പലരും അവകാശപ്പെടുന്ന ഒരാളാണ്, അത് ഒരു ടീമാണ്. അതുപോലെ തന്നെ ബാബർ അസദിനെയും അതുപോലെ തന്നെ റിസ്വാനെയൊക്കെ പുകഴ്ത്തി, അഫ്രീദിയെ പുകഴ്ത്തുന്നു, പിന്നെ മറ്റേ റോഫിനെ പുകഴ്ത്തുന്നു, അങ്ങനെ നസീം ഷായെ പുകഴ്ത്തുന്നു. അങ്ങനെ എന്തുവാണ്, അതിൻ്റെ കൂടെ അമീർ തിരിച്ചു വരുന്നു. അപ്പോൾ പക്കാ ബോളിംഗ് സൈഡാണ്. അതിൻ്റെ കൂടെ ബാബർ അസം, ഫക്കർ സൽമാൻ, ഇഫ്തിഖർ, ഷദബ് ഖാൻ, റിസ്വാൻ എന്ന് വേണ്ട വലിയ സംഭവമായിട്ട് വന്ന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നടത്തിക്കൊണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് വന്ന ടീമുകൾ യു എസ് എ ആയിട്ട് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ യു എസ് എ ഉണ്ടല്ലോ, ശരിക്കും നല്ല പോലെ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് അമ്മാർക്കൊരു ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ആതിഥേയത്വം വഹിക്കുന്ന ടീമുകൾക്ക് ഈ പറയുന്ന പോലെ ക്വാളിഫിക്കേഷൻ റൗണ്ടൊന്നും ബാധകമൊന്നുമല്ല. അവർ നേരെ ഓട്ടോമാറ്റിക്കലി ക്വാളിഫയർ ആകാറുള്ളതാണ്. ഞങ്ങളുടെ രാജ്യത്തിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഞങ്ങൾക്ക് ചിലത് ചെയ്യാനുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു മത്സരമാണ്, അല്ലെങ്കിൽ എന്ന് തെളിയിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് യു എസ് എ ടീമിൻ്റെ ആ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അവർ ഓരോ മാച്ചിനെയും എടുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അവരുടെ ആ ഒരു പ്രൊഫഷണലിസം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ മറ്റുള്ള ടീമുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടു പഠിക്കണം. കാരണം അവർ അവസാന കളി മത്സരം ജയിച്ചപ്പോൾ അവർ ഭയങ്കരമായിട്ട് കുട്ടികളെ പോലെ അവർ സന്തോഷിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ ജയിക്കുന്ന മൊമെൻറ്റ് വരെയും അവരൊരു പ്രൊഫഷണൽ ടീമിൻ്റെ അതേ ഇതിൽ തന്നെയാണ്. കാരണം ഓരോ ബോളർ ചെയ്യുമ്പോഴും ഫീൽഡ് ചെയ്യുമ്പോഴും അവരൊക്കെ മിസ് ഫീൽഡിംഗ് ഒക്കെ ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യാറൊക്കെ ഉള്ളത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ യു എസ് എ ടീമിൽ അവർ ശരിക്കും പറഞ്ഞാൽ അവർ കയറി വരും കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ടീം തന്നെയാണ് അവർ, അതിനകത്ത് സംശയമൊന്നുമില്ല. ഇവിടെ ടോസ് കിട്ടിയിട്ട് നേരെ നമ്മുടെ യു എസ് എ പാകിസ്ഥാനെ ബാറ്റിങ്ങിന് അയക്കുകയാണ്. റിസ്വാൻ ആദ്യം തന്നെ പുറത്തായി 9, ബാബർ അസം 44 റൺസ് എടുത്തു. പക്ഷേ 43 ബോളിലാണ് നിന്ന് തുഴച്ചിലോടെന്ന് പറഞ്ഞാൽ തുഴച്ചിലിൻ്റെ അപ്പുറത്തെ തുഴച്ചിലായിരുന്നു എൻ്റെ പൊന്നെ. അങ്ങനെ പിന്നെ ഈ ഉസ്മാൻ ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ബാറ്ററാണ്, 3 റൺസിന് പുറത്തായി. പിന്നെ ഫക്കർ സൽമാൻ വന്നിട്ട് ഫസ്റ്റ് ബോൾ 6 ഒക്കെ ആയിരുന്നു, പക്ഷേ 11 റൺസുമായിട്ട് പുറത്തായി. ഷദബ് ഖാൻ അത്യാവശ്യം നല്ലപോലെ, അവൻ മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ലപോലെ കളിച്ചിട്ടുള്ളൂ, 25 ബോൾ 40. ബാക്കിയുള്ള ആരും അങ്ങനെ. പിന്നെ ഇഫ്തിഖർ വന്നിട്ട് അവസാനം കുറച്ചൊക്കെ കാട്ടിക്കൂട്ടി എന്ന് വേണം പറയാം. ഷഹീൻ അഫ്രീദിയും അവസാനം വന്നിട്ട് കാട്ടിക്കൂട്ടി. പിന്നെ ഇമാരുടെ ബോളിംഗ് ഒരു രക്ഷയില്ലാത്ത ബോളിംഗ് ആണ് കേട്ടോ. അവർ എല്ലാവരും ആ ഒരു എഫേർട്ട് ഇട്ട് തന്നെയാണ് എറിയുന്നത്. അതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത് നോസ്തൂഷ് എന്ന് പറയേണ്ടത്, ആ പേര് ശരിക്കും പറഞ്ഞാൽ പ്രൊണൗൺസ് ചെയ്യാൻ പറ്റത്തില്ല, നോസ്തൂഷ് കെഞ്ചിങ്കയോ അങ്ങനെ എന്തോ ആണ്, കെഞ്ചിങ്കെ അങ്ങനെ എന്തോ ആണ് ആ പേരെന്തായാലും വരുന്നു. അവൻ നല്ല രീതിയിൽ തന്നെ ബോളർ. നമുക്ക് ഇവരുടെ ഈ ടീമിനെ പറ്റി നമുക്ക് കാര്യമായിട്ട് അറിയില്ല, നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ അവരുടെ കളികളും. അതുകൊണ്ട് തന്നെ പേരുകളാണെങ്കിലും പ്ലേയേഴ്സിനാണെങ്കിലും നമുക്ക് അത്രയും സുപരിചിതമല്ല. പിന്നെ നമുക്ക് ആകെപ്പാടെ അവരുടെ ടീമിൽ അറിയാനുള്ളത് ആൻഡേഴ്സിനെ മാത്രമാണ്. കാരണം ന്യൂസിലൻഡ് ടീമിൽ നേരത്തെ കളിച്ചിട്ടുള്ളതുകൊണ്ട് ആൻഡേഴ്സിനെ നമുക്കറിയാം, അതല്ലാണ്ട് വേറെ ആരെയും നമുക്ക് അറിഞ്ഞുകൂടാ.
അപ്പം അവൻ ആ ഒരു നോസ്തൂഷ് എന്ന് പറഞ്ഞിട്ട് അവൻ 4 ഓവറിൽ 30 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തി. അതുപോലെ തന്നെ സൗരഭ് നെട്രാവൽക്കറോ അങ്ങാണ്ട് പറഞ്ഞിട്ട് അവൻ സൂപ്പർ ഓവറിൽ എറിഞ്ഞത് ആ ബോളറാണ്. അവൻ 4 ഓവറിൽ 18 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ബാക്കിയുള്ളവരെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പന്ത് എറിഞ്ഞു എന്ന് തന്നെ പറയണം. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയുടെ ബാറ്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ എടുത്തു പറയേണ്ടത് ക്യാപ്റ്റൻ മൊണാക് പട്ടേൽ നല്ല രീതിയിൽ തന്നെ കളിച്ചു. 50 തന്നെ എടുത്തു എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു ഇന്നിങ്സിൻ്റെ നട്ടെല്ല് തന്നെയാണെന്ന് പറയാം. പാകിസ്ഥാൻ ബോളേഴ്സിനെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ മൊണാക് പട്ടേൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ അവൻ എന്തായാലും നമുക്കൊക്കെ പാകിസ്ഥാൻകാരെ കണ്ടു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും, ഇപ്പോൾ ഞാൻ ലുഡോയൊക്കെ കളിക്കാറുണ്ട്, ലുഡോ കളിക്കുന്ന നേരത്തും പാകിസ്ഥാൻകാർ വരുവാണെങ്കിൽ എങ്ങനെ അമ്മരെ തോപ്പിക്കണം എന്നുള്ള സംഭവം. അപ്പോൾ എവിടെ അമ്മരെ കണ്ടാലും തോപ്പിക്കണം എന്നുള്ള. അപ്പോൾ എന്തായാലും ഇവൻ ഇന്ത്യൻ വംശജനായതുകൊണ്ട് തന്നെ, ഗുജറാത്തിലാണ് ജനിച്ചത്, അപ്പോൾ അവൻ ഇന്ത്യൻ വംശജനായതുകൊണ്ട് തന്നെ പാകിസ്ഥാനോട് ഒരു ദേഷ്യം എന്തായാലും കാണും. അപ്പം ആ കാര്യത്തിൽ എന്തായാലും ഉറപ്പ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പം അതെന്തായാലും അവൻ 50 റൺസ് അടിച്ചു. നമ്മുടെ അമേരിക്കയുടെ ക്യാപ്റ്റനാണ് മൊണാക് പട്ടേൽ. പിന്നെ അത്യാവശ്യം എല്ലാവരും, പിന്നെ ആൻഡ്രീസ് ഗൗസ് 35, അതുപോലെ തന്നെ ജോൺസ് ആദ്യത്തെ മത്സരത്തിൽ ജോൺസ് രക്ഷയില്ലാത്ത അടി അടിച്ചു. 96 റൺസ് കണ്ട് എടുത്തു. ഒരു രക്ഷയില്ലാത്ത കളിയാണ്. അവൻ നല്ലൊരു മിടുക്കണൊരു പ്ലെയർ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതായത് ഏകദേശം 159 എന്നുള്ളൊരു സ്കോറ് രണ്ടുപേരും 159 എത്തിയെന്നുള്ളതാണ്. പിന്നെ സൂപ്പർ ഓവറിലാണ് മോനെ കളി നടന്നതൊക്കെ. എൻ്റെ ദൈവമേ, അതിന് മുമ്പ് ഈ ബോളേഴ്സിൻ്റെ കാര്യമൊക്കെ പറയണമല്ലോ. ഷഹീൻ അഫ്രീദി ആണെങ്കിലും ഒരു വിക്കറ്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ് അമീർ ഒരു വിക്കറ്റ് നേടി. അതുപോലെ തന്നെ നസീം ഷാ ഒരു വിക്കറ്റ് നേടി. ഹാരിസ് റോഫ് ഒരു വിക്കറ്റ് നേടി. പക്ഷേ 37 റൺസാണ് 4 ഓവറിൽ വഴങ്ങിയതൊക്കെ. അവൻ്റെയൊക്കെ ജാഡയും പത്രാസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ, 1ാം റാങ്ക് ബോളറാണ് വന്നെറിയുന്നത് പോലെയാണ് അവൻ്റെ അമ്മാരുടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും. പ്രത്യേകിച്ച് ബാബർ അമ്മമാരൊക്കെ എന്തുവാണ് വന്നിട്ട് അമ്മമാർ മറ്റേ വാമപ്പ് മാച്ച് കളിക്കുന്ന ഒരു ലാഘവത്തോട് കൂടിയിട്ട് വന്ന് കളിച്ചിട്ട് ജയിച്ചിട്ട് 2 പോയിന്റുമായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ USA ആയിട്ടല്ല, അങ്ങ് വെച്ചം കൊടുത്തങ്ങ് അത് കഴിഞ്ഞിട്ട് സൂപ്പർ ഓവർ വന്നു. സൂപ്പർ ഓവറിൽ മോനെ ഒരു രക്ഷയില്ലാത്ത കേട്ടോ. USA നല്ല രീതിയിൽ അധ്വാനിച്ച, ശരിക്കും പറഞ്ഞാൽ അമ്മമാരുടെ എഫേർട്ടിന് ആ ഒരു വിജയം വേണം. അതുകൊണ്ട് തന്നെ സൂപ്പർ ഓവറിൽ ബാറ്റിങ്ങിൽ എക്സ്ട്രാസ് ആണ് 7-9 റൺസ് എക്സ്ട്രാസ് കിട്ടിയിട്ടുണ്ട്. ചന്നം പിന്നെ വൈഡ് തന്നെ. അമീറിനാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ വരുമ്പോൾ തന്നെ എറിയാനായിട്ടുള്ളൊരു സംഭവം കിട്ടുന്നില്ല, ഒരു താളം കിട്ടുന്നില്ല. ലെഫ്റ്റ് ഹാൻഡ് ബോളേഴ്സിനെതിരെ 2 ബോൾ എറിഞ്ഞു, 2 ബോൾ വൈഡാണ്. ആ വൈഡില്ല ഒരു സിംഗിൾ കൂടി. ലാസ്റ്റ് ബോളിൽ ഇതുപോലെ തന്നെ ലാസ്റ്റാണ് സെക്കൻഡ് ലാസ്റ്റ് ബോളാണ് വൈഡ് എറിഞ്ഞിട്ട് അവർ 2 ഓടി. അങ്ങനെ ഒരു 2, 4, 6, 3, 7 റൺസോളം കണ്ട് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാസിൽ കിട്ടി. അതുപോലെ തന്നെ അവർക്ക് അങ്ങനെ കിട്ടി. അപ്പം സൂപ്പർ ഓവറിൽ ബാറ്റിങ്ങിൽ USA നേടിയത് 18 റൺസാണ്. അപ്പം അതിനകത്ത് ഭയങ്കര കോമഡി കേട്ടോ. റിസ്വാനൊക്കെ പുറകെ കിടന്ന് കീപ്പിങ്ങിൽ എന്ത് കാണിക്കുന്നു. അവൻ്റെ ഗ്ലൗസിലോട്ട് വന്നിട്ട് ഇവിടെ സ്റ്റംപ് ചെയ്യാനെടുക്കാൻ ആരുമില്ല, കളത്തി വലിച്ചെറിയോ, അതങ്ങ് സ്ട്രെയിറ്റ് പോവുക. അതമ്മരെ 2 ഓടുന്നു, ഒരു ഇതും ഇല്ലാണ്ട്. അത് എന്തിനാണ് ഈ എറിയാൻ പോകുന്നതെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ അത്രയും കൃത്യമായിട്ട് 2-3 ചാൻസുകളാണ് അവിടെ കിട്ടിയത്. പക്ഷെ അതൊന്നും കൃത്യമായിട്ട് സ്റ്റംപെ കൊള്ളിക്കാനോ എക്സിക്യൂട്ട് ചെയ്യാനോ ഒന്നും റിസ്വാനെ കൊണ്ടോ അമ്മരെ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു ഞാൻ അവരുടെ ഒരു എക്സ്ട്രാസ് ഒക്കെ കണ്ടിട്ട് ചിരിച്ചും മറിഞ്ഞിട്ടാണ് ഞാനത് കണ്ടത്. പിന്നെ അതിനുശേഷം ഇവിടെ ബാറ്റിങ്ങിൽ 18 റൺസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇഫ്തിഖറും അഹമ്മദും ഫക്കർ സമാനോടാണ് കയറിയത്. ആദ്യ ബോൾ തന്നെ ഇഫ്തിഖർ ഓഫ് സ്റ്റമ്പിലോട്ട് അങ്ങോട്ട് ഇറങ്ങി നിന്ന് അടിക്കാൻ നോക്കിയത്, പക്ഷെ കിട്ടിയില്ല. അത് വൈഡിന് വേണ്ടിയിട്ട് അമ്മമാർ കുറേ ദേഷ്യപ്പെട്ടു, വൈഡില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു. പക്ഷേ അമ്പയർ കൊടുത്തില്ല, കാരണം അത്രയും ഓഫ് സ്റ്റമ്പിന് വെളിയിലാണ് അവൻ നിന്നത്. അതുകൊണ്ട് തന്നെ കൊടുത്തില്ല. അടുത്ത ബോൾ 4 അടിച്ചു. അതിന് തൊട്ടടുത്ത പന്ത് ഇതുപോലെ ക്യാച്ച് ഔട്ടായി. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എടുക്കാൻ കഴിഞ്ഞത് വെറും 13 റൺസാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും USAയുടെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പാകിസ്ഥാനെ പോലൊരു, അല്ലെങ്കിൽ നല്ലൊരു സൈഡിനെ തോൽപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷം അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഭയങ്കര നാണക്കേട് തന്നെയാണ്. ബാബർ അസ്വാൻ ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മിക്കവാറും ഇതെന്താ നടക്കാൻ പോകുന്നത് അറിയാം. മിക്കവാറും പാകിസ്ഥാനെ പിന്തള്ളിയിട്ട് മിക്കവാറും ഇന്ത്യ ആയിരിക്കും മറ്റൊന്ന് ക്വാളിഫൈ ആകുന്നത്, അല്ലെങ്കിൽ ആദ്യ 1-2 സ്ഥാനത്തിൽ ഇന്ത്യ എന്തായാലും ഉണ്ടാവും. ഇന്ത്യയും അതുപോലെ തന്നെ USA കൂടെ ആയിരിക്കും മിക്കവാറും സൂപ്പർ 8 യോഗ്യത നേടുന്നത്. കാരണം പാകിസ്ഥാൻ മിക്കവാറും പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അടുത്ത കളി പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടാണ് വരുന്നത്. ഇന്ത്യ നമുക്കറിയാമല്ലോ നല്ല രീതിയിൽ തന്നെ ഇപ്പം ഇമാരുടെ ഈ ബോളിംഗ് പ്രകടനങ്ങളൊക്കെ കണ്ട് വെച്ചിട്ട് ഇന്ത്യയുടെ അടുത്ത് ഒരു ചുണ്ണാമ്പ് കാണിക്കാൻ പോകത്തില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ പോലും ജയത്തിൻ്റെ സാധ്യത നമ്മുടെ ഇന്ത്യക്ക് തന്നെയാണ്. അപ്പോൾ ആ കളിയും കൂടെ പാകിസ്ഥാൻ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 കളിയിൽ 2 തോറ്റുകൊണ്ട് മിക്കവാറും പുറത്ത്
പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി US-നാണെങ്കിൽ ഇനി അയർലൻഡുമായിട്ടും ഇന്ത്യയുമായിട്ടും ആണ് മത്സരമുള്ളത്. അതിൽ ഇന്ത്യയുമായിട്ട് തോറ്റെങ്കിൽ പോലും അയർലൻഡുമായിട്ട് ഒരു ജയം അവർക്ക് എങ്ങനെയല്ല, പാകിസ്ഥാനെ തോൽപ്പിക്കുകയാണെങ്കിൽ അയർലൻഡിനെ അവർക്ക് തീർച്ചയായിട്ടും തോൽപ്പിക്കാൻ കഴിയും. വേണമെങ്കിൽ ഇന്ത്യയെയും വേണമെങ്കിൽ തോൽപ്പിക്കാൻ കഴിയും. അതെന്തായാലും നമുക്ക് കണ്ടറിയാം. പക്ഷേ നമുക്ക് അറിയാം ഇന്ത്യ തോക്കില്ല, എടുക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യ മിക്കവാറും 4 കളിയും ജയിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും സൂപ്പർ 8 കയറാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കളി കണ്ടു തന്നെ അറിയാം. മിക്കവാറും പാകിസ്ഥാൻ പുറത്താകാനുള്ള, ഈ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്താകാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും അടുത്ത മത്സരം ഞായറാഴ്ചയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം. അതും വളരെ എക്സൈറ്റഡോടെ കാത്തിരിക്കുന്ന ഒരു മത്സരം തന്നെയാണ്. എല്ലാവരും ലോകമെമ്പാടുമുള്ള ആൾക്കാരും കാത്തിരിക്കുന്ന ഒരു മത്സരമാണ്. നമുക്ക് എന്തായാലും ആ മത്സരത്തിൻ്റെ ശേഷം നമുക്ക് നല്ലൊരു റിവ്യൂമായിട്ട് നമുക്ക് വീണ്ടും കാണാം.